ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തിരുവനന്തപുരം സ്പെഷ്യൽ ചെമ്മീൻ കറിയാണ്. ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ കൊഞ്ച് കറി. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പതാ ഞാൻ ഇത്രയും മീനാണ് കേട്ടോ കറി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിനെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി എടുക്കണം. ചെമ്മീന്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞ് നല്ല പോലെ ക്ലീൻ ആക്കി വൃത്തിയാക്കി എടുക്കണം. ഇപ്പോ എല്ലാം ഞാൻ നല്ല പോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് 2-3 പ്രാവശ്യം ഇതിനെ ഒന്ന് കഴുകി എടുക്കുക. ചെമ്മീനെ നമ്മൾ തൊണ്ടൊക്കെ കളഞ്ഞെടുക്കുമ്പോൾ ഇതാ ഇത്രയൊക്കെ കിട്ടുള്ളൂ. ഇത് ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ കറി ഉണ്ടാക്കാൻ പോണത്. ആദ്യം ഞാനിപ്പോ കറിക്ക് വേണ്ട പുളി വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യണത്. വാളൻപുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുളിക്ക് നിങ്ങൾക്ക് കൊടംപുളി വേണ്ടവര് അത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ചിരവി എടുക്കുകയാണ്. ഞാൻ അരമുറി തേങ്ങയാണ് ചിരവി എടുക്കുന്നത്. ഇപ്പോ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് നമുക്ക് ആദ്യം തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോ ചിരവി എടുത്ത തേങ്ങനെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് പിന്നെ വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകവും ആണ്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിനെ അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ, അപ്പൊ തേങ്ങ അരഞ്ഞു കിട്ടാൻ പണിയാണ്. ഏകദേശം തേങ്ങയുടെ ഒപ്പം നിൽക്കുന്ന ലെവലിൽ മതി വെള്ളം. എന്നിട്ട് ഇതിനെ നല്ല പോലെ അരച്ചെടുക്കാം. ഇപ്പൊ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പോ ഒരു തക്കാളി 2-3 പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയാണ്. ഒരു തക്കാളിനെ മതി കേട്ടോ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അത് ഏത് മീൻകറിക്കും ഒന്നൊക്കെ തന്നെ ധാരാളം മതി. പിന്നെ ഇപ്പൊ 2 പച്ചമുളകാണ് ഞാൻ ഇടുന്നത്. നെടുകെ കീറിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ പച്ചമുളക് ഇടാട്ടോ. ഞാൻ മാക്സിമം കുറച്ചിട്ടാണ് ഇടാറ്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഞാനിപ്പോ 1 ടീസ്പൂണോളാണ് ചേർക്കുന്നത്. ഇതിങ്ങനെ ഓൾറെഡി ഞാൻ അരച്ചു വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ ഫ്രിഡ്ജിൽ അരച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ആവശ്യം വന്നാലും പെട്ടെന്ന് തന്നെ എടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർക്കേണ്ടത്. ഞാൻ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇങ്ങനെയാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇത് നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ച പുളിയില്ലേ, അത് പിഴിഞ്ഞെടുത്ത ആ വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ തൊണ്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനും ഇട്ട് കൊടുക്കുക. ഇതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ കറിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് ഈ മിക്സിയുടെ ജാർ തന്നെ ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ അകത്ത് ഇനിയും തേങ്ങ ഉണ്ടാവും, അപ്പൊ അത് വേസ്റ്റ് ആവാതിരിക്കാനും വേണ്ടിയിട്ട് അതന്നെ ഒന്ന് കഴുകിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതുവരെ ഞാൻ തീ കത്തിച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ഇതപ്പോ കണ്ടോ നമ്മുടെ കറിയുടെ കൂട്ട് നന്നായിട്ട് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ്, മുരിങ്ങാക്കായ. ഇത് ഞാനിപ്പോൾ 2 എണ്ണം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഇങ്ങനെ മുരിങ്ങാക്കായ ഇട്ടിട്ടാണ് എല്ലാ മീൻകറിയും വെക്കാറുള്ളത് കേട്ടോ. അതിനുശേഷം ഇതിനെ അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ തേങ്ങ തിളച്ച് പുറത്തോട്ട് വരും.
10 മിനിറ്റ് കഴിയുമ്പോഴേക്കിന് കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി പാകമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. മാത്രമല്ല തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം.